ഹായ് ഹലോ നമസ്തേ. ഞാൻ ഹരിത ഹരിദാസൻ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ജേർണലിങ്ങിനെ പറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് എന്ത് ചെയ്യാനും. എന്നാൽ ഞാൻ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുമുണ്ട്. നിങ്ങളും എന്നെപ്പോലെ കുഴിമടിയെത്തിയാണ്, എന്നാൽ നന്നാവണം എന്ന് ആഗ്രഹമുണ്ട് വെച്ചെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും കേട്ടോ. ലൈഫ് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത പോലെ, ഡിസിപ്ലിൻഡ് അല്ലാത്ത പോലെയൊക്കെ തോന്നി തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിനെയും കണ്ണിനെയും ഒരുപോലെ ആകർഷിച്ച ഒന്നാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ ജേർണലിംഗ് എന്നറിയാനായിട്ട് ഞാൻ ഒരുപാട് റെഫർ ചെയ്തു. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനും ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ, ഫീലിങ്സിനെയൊക്കെ എഴുതി വയ്ക്കുന്ന പ്രോസസ്സാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അതിനായിട്ട് ഒരു പേനയും ബുക്കും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ആ ബുക്കിനെ കണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? അവരോട് നമ്മൾ എന്താ പറയാറ്? നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായി, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറില്ലേ? അതുതന്നെയാണ് ഇവിടത്തെയും പ്രോസസ്സ്. അല്ലാതെ ജേർണലിങ്ങിന് പ്രത്യേകിച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ലൈഫിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് എന്തും എപ്പോൾ വേണേലും പറയാൻ പറ്റുന്ന ഫ്രണ്ട് സർക്കിൾ ഒരു പക്ഷേ കുറഞ്ഞെന്ന് വരാം. അപ്പോഴും നമുക്ക് ജേർണലിംഗ് ഹെൽപ്ഫുൾ ആവും കേട്ടോ. ചില സമയം തോന്നാറില്ലേ, ഇങ്ങോട്ടൊന്നും പറയണ്ട, കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിലെന്ന്. ഈ ജേർണലിംഗ് ബുക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, നമ്മളെ കളിയാക്കാത്ത, കോൺഫിഡൻഷ്യലി നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നല്ലൊരു സുഹൃത്തായിരിക്കും. ആൻഡ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിൽ തോന്നുന്ന ചിന്തകൾ എഴുതി വയ്ക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. എനിക്ക് ഒരുപാട് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. പക്ഷേ ഈ ബുക്കിൽ ഞാൻ നെഗറ്റീവ് ഫീലിങ്സിനെ എഴുതി വയ്ക്കണില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏത് കാലത്ത് ഇത് എടുത്തു നോക്കിയാലും സന്തോഷം തരുന്ന, മോട്ടിവേഷൻ തരുന്ന ഒന്നായിരിക്കണം എൻ്റെ ഈ സുഹൃത്തെന്ന് നിർബന്ധമുണ്ട്. ഞാൻ എൻ്റെ ജേർണലിങ്ങിന് ലൈഫ് എന്നാണ് പേരിട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം കേട്ടോ. ഇനിയിപ്പോൾ പേരൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നമുക്കൊരു ബുക്ക് വെച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, എഴുതി തുടങ്ങാം, അതിനൊരു പ്രശ്നവുമില്ല. ഞാനെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഭംഗിയായിക്കോട്ടെ എന്ന് നമുക്കെന്നും അതെടുത്ത് തുറന്നു നോക്കാനും എഴുതാനും ഒക്കെ തോന്നുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇതൊക്കെ. ഈ ജേർണലിംഗ് തന്നെ ഒരുപാട് തരമുണ്ട് കേട്ടോ. ബുള്ളറ്റ് ജേർണൽ, കുക്കിംഗ് ജേർണൽ, ട്രാവലിംഗ് ജേർണൽ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, സക്സസ് ജേർണൽ, അങ്ങനെ ഒരുപാടുണ്ട്. ഞാനിവിടെ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരൊറ്റ ബുക്ക് ഒന്നിൽ തന്നെയാണ് എനിക്ക് തോന്നുന്ന എല്ലാ തോട്ട്സും എഴുതാൻ പോകുന്നത്. ഈ ബുക്ക് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അതിനോട് എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയൊരു ബുക്കാണ്. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ചെയ്യാതെ ഇങ്ങനെ എടുത്തു വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾക്ക് ഒരു കാര്യത്തെ ഇഷ്ടമാണ് വെച്ചെങ്കിൽ അതിനെ കൂടുതൽ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാം, അങ്ങനെ നമ്മൾ ആലോചിച്ചപ്പോഴാണ് ഇതിനെ എൻ്റെ ജേർണൽ ബുക്കാക്കാം എന്ന് ഞാൻ ചിന്തിച്ചത്. അതിനെ എത്ര ഭംഗിയാക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലേ, പുറത്തും നമ്മുടെ പേരെഴുതും, പിന്നെ ഒരു പേജ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും നമ്മുടെ പേരെഴുതും. അതുപോലെയാണ് ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ മൂഡ് ക്രാക്കർ ഉണ്ടാക്കാം, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യണതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം, ഹാബിറ്റുകൾ എഴുതി വയ്ക്കാം, വിഷ് ലിസ്റ്റ് നമുക്ക് എഴുതാം, ഡു ലിസ്റ്റ് എഴുതാം. നമുക്കിഷ്ടമുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. എന്ത് വേണം, എന്ത് വേണ്ട, എന്ത് നമുക്ക് ഹെൽപ്ഫുള്ളാണ് എന്നതൊക്കെ നമ്മുടെ ചോയ്സാണ്. പൊതുവെ എല്ലാവരും ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു പുതിയ മാസം തുടങ്ങുമ്പോഴൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കങ്ങനെ തോന്നിയത്. പക്ഷെ ഞാൻ മാർച്ച് ഏകദേശം മിഡിലാവുമ്പോഴാണ്, മാർച്ച് 16 ആണ് ഞാൻ എൻ്റെ ജേർണലിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ജേർണലിങ്ങിന് പ്രത്യേകിച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ജേർണലാണ്, നമുക്ക് നമ്മുടെ ചിന്തകളെ നമ്മൾ എഴുതുകയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യണം എന്ന ആഗ്രഹം എനിക്ക് പേഴ്സണലി ഉണ്ടായപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ജേർണൽ എഴുതാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുന്നേ, പിന്നെ രാവിലെ എണീറ്റ ഉടനെയാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോഴാണല്ലോ ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്നത്.
അതുകൊണ്ടായിരിക്കും ആ ഒരു സമയത്തിന് കൂടുതൽ പ്രാധാന്യം. ആൻഡ് നമ്മൾ ഒരേ സമയത്തിരുന്ന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശീലമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനിവിടെ ലൈഫ് ജേണൽ സ്റ്റാർട്ട്സ് ഹിയർ എന്ന് പറഞ്ഞിട്ട് എഴുതാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആ സ്റ്റാർട്ട്സിന് എന്തോ പ്രശ്നം വന്ന പോലെ തോന്നിയോണ്ട് ഞാൻ അതിനെ മേഘമായിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ എനിക്ക് മേഘങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. നല്ല ഭംഗിയല്ലേ മേഘങ്ങൾ കാണാൻ. പിന്നെ എനിക്ക് ആ ഒരു ലീഫ്, അതായത് ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ലീഫാണ് മനസ്സിൽ വരാറ്. അപ്പോൾ പിന്നെ മാത്രമല്ല, എനിക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂവളത്തിൻ്റെ ഇല കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ജേണലിന് ഞാൻ കൂവള ഇല തീം കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് പെയിൻറ്റിങ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ കാണാൻ കുറച്ച് വൃത്തിക്ക് ഇരുന്നോട്ടെ, ഒന്ന് നന്നായിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അടുത്ത പേജിൽ ഞാൻ മാർച്ച് മാസത്തെ കാലണ്ടർ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാർച്ച് മാസം ഏകദേശം പകുതി ആയപ്പോഴാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യണതെങ്കിലും മാർച്ചിൻ്റെ ഒരു കലണ്ടർ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തിൽ, അതായത് ഇപ്പോൾ മാർച്ച് ആണെങ്കിൽ ആ മാസത്തിൽ നമുക്ക് ഓർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റ്സ്, അതൊക്കെ നമുക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ആ ഒരു മാസം നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് നമുക്കവിടെ എഴുതി വയ്ക്കാം. ആൻഡ് ഇപ്പോൾ ആ ഒരു മാസം നമ്മൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുടെ ലിസ്റ്റ് നമുക്കവിടെ എഴുതി വയ്ക്കാം. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് എഴുതി വയ്ക്കാം. അങ്ങനെ വാട്ടെവർ നമുക്ക് എന്തൊക്കെയാണോ നമ്മളുടെ ഗോൾസായിട്ട് നമ്മളെ മനസ്സിൽ തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്കവിടെ എഴുതി വയ്ക്കാം. അടുത്ത പേജിൽ ഞാൻ ജേണൽ എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ലൈഫിനോട്, അതായത് ഈ ബുക്കിനോട് ഞാൻ എന്തു പറയാൻ ആഗ്രഹിക്കുന്നു, ഡിയർ ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ജേണലിൽ അങ്ങനെ തന്നെ എഴുതി തുടങ്ങാം. നമ്മൾ ജേണൽ എഴുതി തുടങ്ങുമ്പോൾ ഇന്ന് നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതണം എന്നില്ല. ലൈക്ക് ഒരു ഡയറി പോലെ നമ്മൾ എഴുതണം എന്നില്ല. എഴുതിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ ആ ഒരു ദിവസത്തെ അനലൈസ് ചെയ്തിട്ട് എന്ത് റിഫ്ലക്ഷനാണ് നമുക്ക് കിട്ടുന്നത് അത് എഴുതി വയ്ക്കുക. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കോട്ട്സൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. ആൻഡ് ഓൾസോ വി ക്യാൻ എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ബൈ വേർഡ്സ്. ഇങ്ങനെ നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ പേഴ്സണലി നമുക്ക് നല്ലൊരു മെൻ്റൽ ഹെൽത്ത്, അതായത് മനസ്സൊന്ന് റിലാക്സ്ഡ് ആയ പോലെയൊക്കെ നമുക്ക് തോന്നും, ഒരു സന്തോഷമൊക്കെ തോന്നും. നമ്മുടെ തോട്ട്സൊക്കെ എഴുതി വെച്ച് അതിനിടയിൽ ഒരു സ്മൈലി അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ചിത്രമൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായി തോന്നില്ലേ? ഉറപ്പായ ഒരു ഗുഡ് ഫീൽ തോന്നും. പിന്നെ നമ്മൾ നമ്മുടെ ഗോൾസൊക്കെ എഴുതി വെക്കുമ്പോൾ അത് ചെയ്യാനുള്ളൊരു മോട്ടീവ് നമുക്കുണ്ടാവും. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് സ്കൂളിലൊക്കെ നമ്മൾ ശേഖരണ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അതായിരുന്നു കേട്ടോ ഓർമ്മ വന്നിരുന്നത്. നമ്മളിങ്ങനെ പേപ്പർ കട്ടിങ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക, പിന്നെ ചെടികളൊക്കെ, അതായത് ഇലകളോ ചെടികളൊക്കെ പറിച്ചിട്ട് ബുക്കിൽ ഒട്ടിക്കുക, അങ്ങനത്തെ ശേഖരണ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ. അതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ ഒരു ശേഖരണ പുസ്തകം തന്നെയാണ്. നമ്മൾ നമുക്ക് വേണ്ടി ശേഖരിച്ച് വയ്ക്കുന്ന നമ്മുടെ ചിന്തകളും നമുക്കിഷ്ടമുള്ള മെമ്മറീസും നമ്മളുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മുടെ ഗോൾസും എല്ലാതുമാണ് നമ്മളിവിടെ എഴുതി വയ്ക്കുന്നത്. അതൊരു ഭയങ്കര നല്ലൊരു പ്രോസസ്സാണ്. നമുക്ക് നല്ല ഒരു ഗുഡ് ഫീൽ കിട്ടുന്ന, നല്ലൊരു ഹാപ്പി മൈൻഡ് സെറ്റ് കിട്ടുന്ന ഒരു പ്രോസസ്സായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ജാമ്പുവാൻ്റെ കാലത്തെ പഴക്കമുള്ള ബുക്കുകളായിരുന്നു. കാരണം ഈ വിൻറ്റേജ് ലുക്കൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടേ ആ ബുക്കിൻ്റെ പേജുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു എന്ന് തോന്നി. അതൊക്കെ ആക്രിക്കാർക്ക് വിറ്റതിൽ ഞാനിപ്പോൾ വല്ലാണ്ട് ഖേദിക്കുന്നുണ്ട്.
ആകാശം വരയ്ക്കുന്ന പ്രോസസ്സും അടിപൊളിയാണ് കേട്ടോ. ബ്ലൂ പെയിൻ്റ് എടുക്കുക, അങ്ങോട്ട് കളർ ചെയ്യുക. കാരണം ആകാശത്തിനും അങ്ങനെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, ഇങ്ങനെ ആയിരിക്കണം, ഇന്ന ഷേപ്പായിരിക്കണം. നമ്മൾ ഓരോ തവണ ആകാശത്തേക്ക് നോക്കുമ്പോഴും മേഘങ്ങളെ നോക്കുമ്പോഴും അതിന് എന്താ പറയുക, ഓരോ പോലെ ആയിരിക്കും അതിൻ്റെ ഷേപ്പും അതിൻ്റെ കളറും. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്കതിനെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും മേഘങ്ങളെ വരയ്ക്കാൻ പറ്റും. ജേർണലിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കണം അങ്ങനെയൊന്നും ഒരു നിർബന്ധവും ഇല്ലാതിരുന്നിട്ടും ഞാനിത് ചെയ്യണത് എനിക്കിഷ്ടമായതുകൊണ്ടും പിന്നെ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് നോക്കുമ്പോഴും അതിനൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടും അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്കിതെന്നും എടുത്ത് നോക്കാനും അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാനും ഉള്ള ഒരു കൂടുതലൊരു ഇൻട്രസ്റ്റ് തോന്നിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പെയിൻറ്റൊക്കെ യൂസ് ചെയ്യണത്. കാരണം എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യും. നമുക്ക് മലയാളത്തിലും ജേർണലിംഗ് എഴുതാം കേട്ടോ. ഇംഗ്ലീഷിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് കൂടുതൽ കംഫേർട്ട് ആൻഡ് നമുക്ക് കൂടുതൽ അറിയാവുന്നത് നമ്മുടെ മാതൃഭാഷയിലാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നത് നമ്മുടെ മാതൃഭാഷയിലാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ എഴുതാം. ഇനിയല്ല നമ്മുടെ ഇംഗ്ലീഷിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലും എഴുതാം. ഞാൻ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ ഇംഗ്ലീഷിൽ എഴുതുന്നത്. മലയാളത്തിലും എഴുതും. ഒരു നിയമവുമില്ല നമ്മൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പാടുള്ളൂ എന്നൊക്കെ. പക്ഷേ കണ്ടിട്ടുള്ള എല്ലാ ജേർണലിങ്ങും എല്ലാവരും ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. മേ ബി അത് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കാം. ഭാഷ എന്ന് പറയുന്നത് ഒരു മീഡിയം മാത്രമാണ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ്. അപ്പോൾ നമുക്ക് ഏതാണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് വെച്ചെങ്കിൽ അതിൽ നമുക്ക് എഴുതാം. നിങ്ങൾക്കും നിങ്ങളുടെ ജേർണലിംഗ് എഴുതി തുടങ്ങാൻ നല്ലൊരു തുടക്കമാവട്ടെ. അതിനുവേണ്ടി പുതുവർഷത്തിനെയോ പുതിയ മാസത്തിനെയോ ഒന്നും കാത്തിരിക്കേണ്ട. ഇപ്പോഴാണോ നിങ്ങൾക്ക് എഴുതാൻ തോന്നുന്നത്, ഇപ്പം തന്നെ എഴുതി തുടങ്ങുക. ഇനിയല്ല നിങ്ങൾ ഓൾറെഡി ജേർണലിംഗ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ തുടങ്ങി വെച്ച ഈ ജേർണലിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് കമൻറ്റായി പറയണേ. ജേർണലിങ്ങിൽ ഞാനൊരു ബിഗിനറാണ്. അതുകൊണ്ട് തന്നെ ആ ബിഗിനിങ് സ്റ്റേജ് തന്നെയാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. 2-3-4 പേജുകൾ തന്നെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മടിയെ ഓവർകം ചെയ്യാൻ ജേർണലിംഗ് കൊണ്ട് പറ്റുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് എഴുതി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ മടിയെ ഒരു പരിധി വരെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എഴുതി വയ്ക്കുക എന്ന് പറയുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള ടൂള് തന്നെയാണ്. ഒരു പക്ഷേ പലർക്കും അറിയാമായിരിക്കാം, എന്നിട്ടും ചെയ്യാതിരിക്കുന്ന ഒരു കാര്യവുമായിരിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ലൈഫ് ജേർണൽ. വളരെ കുറച്ച് പേജസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ബിക്കോസ് ഐ എം എ ബിഗിനർ. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക കമൻസ് ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി, ബൈ.